ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് സ്കാലപ്പ് വർക്ക്. അപ്പോൾ ഈ ഒരു കുർത്തിയിൽ നെക്കിലും അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ എൻഡിലൊക്കെ ഞാൻ ഈ ഒരു സ്കാലപ്പ് വർക്കായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണയായിട്ട് ചെയ്യുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്ലവർ ടൈപ്പിൽ വരുന്ന സ്കാലപ്പ് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കുർത്തിയുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ രണ്ട് ഷോൾഡറിൻ്റെ സൈഡിലായിട്ടും ഇതുപോലെ ടക്കിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കുർത്തിയിൽ ചെയ്തെടുത്തിട്ടുള്ള മെയിൻ ഡിസൈൻ എന്ന് പറയുന്നത്. എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു കുർത്തിയുടെ ഫ്രണ്ട് പീസാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്തിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് കേട്ടോ. നെക്കിൻ്റെ വിഡ്ത്ത് ടോട്ടൽ 6 ആണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ അവിടുന്ന് അങ്ങോട്ട് 1/2 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഷോൾഡറിൻ്റെ ലെങ്ത്ത് അങ്ങനെ മുറിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം ഈ രണ്ട് സൈഡിലും ഷോൾഡറിൻ്റെ ആ രണ്ട് സൈഡിൽ ടക്ക് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് എന്നിട്ട് അതിൻ്റെ ശേഷമാണ് കേട്ടോ കുർത്തിയുടെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ 3 ഇഞ്ച് വിട്ടിട്ടാണ് ഓരോ 1/2 ഇഞ്ചിലും ഇതുപോലെ 12 ഇഞ്ചാണ് ഈ ഒരു ടക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. 12 ഇഞ്ചസാണ്. അപ്പോൾ ആ ഒരു 12 ഇഞ്ചസിൽ എല്ലാ ലൈനുകളും വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 12 ഇഞ്ചസാണ് ഈ ഒരു ടക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ടക്കിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ആ ഒരു ഈ ലൈനിൻ്റെ തുഞ്ചത്ത് കൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും കുറച്ചൊരു പ്ലീറ്റ്സ് വന്നിട്ട് ഒരു ഭംഗിയിൽ നിൽക്കും ചെയ്യും. കുറച്ച് ലൂസായിട്ട് ഫ്രണ്ടിൽ ആ ഒരു ഡിസൈൻ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് ഓരോ ലൈനുകളും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ ആദ്യം 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. അതിൻ്റെ ശേഷം ഇതുപോലെ ലൈനുകൾ വരച്ച് കൊടുക്കട്ടെ. ഓരോ 1/2 ഇഞ്ചിലും ലൈനുകൾ വരച്ച് കൊടുത്തിട്ട് ഞാൻ സെയിം മെത്തേഡിൽ തന്നെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 12 ടക്കാണ് ഞാൻ രണ്ട് സൈഡിലും ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഭാഗം വിട്ടിട്ട് ഷോൾഡറിൻ്റെ രണ്ട് സൈഡിലും ഒരു 4 ഇഞ്ച് വീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ലെങ്ത്ത് കൂടുകയോ കുറയൊക്കെ ചെയ്യും. അപ്പം ഇതുപോലെ രണ്ട് സൈഡിലും വരച്ച് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കുർത്തിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കാം. ഇതുപോലെ പിടിച്ചിട്ട് തുമ്പത്ത് കൂടെ ഇതുപോലെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത്രേ ഉള്ളൂ, ഈസിയാണ് നമുക്ക് ടക്കിട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തിട്ട് വരാം. ഇതുപോലെ ഒരു സൈഡ് മൊത്തമായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയൊരു ഞൊറിവൊക്കെ വന്നിട്ടുള്ള പോലെയാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു ഭാഗം. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള നൂലിനൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ സ്റ്റിച്ച് മുഴുവനും ഫ്രണ്ട് ഭാഗത്താണ് വന്നിട്ടുള്ളത്. ബാക്ക് സൈഡിൽ ഇതാ ഇതുപോലെയാണ് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് ടക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ രണ്ട് സൈഡിലും ടക്കിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഒരു ഭാഗം വിട്ടിട്ട് രണ്ട് ഷോൾഡറിൻ്റെ സൈഡിലാണ് ഈ ഒരു ടക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് 6 ഇഞ്ചസ് കിട്ടുന്നുണ്ടൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ പിടിച്ചിട്ട് നമുക്കൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനിയാണ് ഞാൻ നമ്മുടെ കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. അപ്പം നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷോൾഡർ ലെങ്ത്ത് ടോട്ടൽ എടുക്കുന്നത് 7.5 ഇഞ്ചസ് ആണ്.
അപ്പോൾ അതങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആം ഹോൾ ലെങ്ത് എടുക്കുന്നത് 8 ഇഞ്ചസ് ആണ്, അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെയും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെയും ആ ഒരു 4-4.5 ഇഞ്ച് വരുന്നില്ലേ, ആ ഒരു ഭാഗത്താണ് കേട്ടോ ഈ ടക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിനനുസരിച്ച് നമുക്ക് ഈ ഒരു ടക്കിൻ്റെ എണ്ണം കൂട്ടോ കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ടോട്ടൽ ചെസ്റ്റ് ലെങ്ത് വന്നിട്ടുള്ളത് 38 ഇഞ്ചസ് ആണ്. അപ്പോൾ ഞാനിവിടെ 19 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. സീം അലവൻസിനും കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേസ്റ്റ് ലെങ്ത്തും ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഈ ഒരു കുർത്തി. അപ്പോൾ ആ പ്ലീറ്റ്സിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 20 ഇഞ്ചസ് ആണ്. അപ്പോൾ 20 ഇഞ്ചസിൻ്റെ അവിടുന്ന് താഴോട്ട് അങ്ങോട്ടാണ് ഈ ഒരു കുർത്തിക്ക് പ്ലീറ്റ്സ് വരുന്നത്. അപ്പോൾ 20 ഇഞ്ച് ഞാനിതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിപ്പ് റൗണ്ട് വരുന്നത് 10 ഇഞ്ചസ് ആണ്. അപ്പോൾ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കർവിലായിട്ട് നമുക്ക് ആ ഒരു ഭാഗം മാർക്ക് ചെയ്തെടുക്കാം. ടോട്ടൽ ഈ ഒരു കുർത്തിയുടെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 44 ഇഞ്ചസ് ആണ് കേട്ടോ. ബാക്കി വരുന്ന ഭാഗം ഇങ്ങനെ ചെരിച്ചിട്ട് ഒരു എലൈൻ കുർത്തി പോലെ ചെരിച്ചിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്കാലപ്പ് വർക്കിൻ്റെ ആ ഒരു പാറ്റേൺ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു കുറച്ച് കട്ടിയുള്ളൊരു കാർഡ്ബോർഡിൽ ഇതുപോലെ ഞാനൊരു സെമി സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോർമലായിട്ട് ചെയ്തെടുക്കുന്ന സ്കാലപ്പ് വർക്കിൽ നിന്നും ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത്തവണ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു സെമി സർക്കിൾ ആക്കിയിട്ട് വരച്ചെടുത്തിട്ട് പിന്നെ ചെറുതായിട്ടൊരു ഫ്ലവർ ഷേപ്പിൽ വരുന്നത് പോലെ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മിഡിലൊക്കെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ചെറിയ സ്പൂണിൻ്റെ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ശേഷമാണ് സൈഡിലേക്ക് ഇതുപോലെ 2 പ്രാവശ്യം ഇങ്ങനെ ഒരു റാ ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 5 റാ ഷേപ്പിലാണ് വരച്ചെടുക്കുന്നത്. അപ്പം മിഡിൽ ഭാഗം വരുന്നത് കുറച്ച് വലുതും സൈഡിൽ കുറച്ച് ചെറുതായിട്ടാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു സ്കാലപ്പിൻ്റെ പാറ്റേൺ ഞാൻ മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ അങ്ങനെ വാങ്ങുന്നവർക്കാണെങ്കിലും വാങ്ങാവുന്നതേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ നമുക്ക് ഒരു കാർഡ്ബോർഡിലൊക്കെ കട്ടിയുള്ള കാർഡ്ബോർഡിലൊക്കെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് അത് വീണ്ടും യൂസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാനായിട്ട് ക്യാൻവാസ് പേപ്പറിന് ഞാൻ ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നെക്കിൻ്റെ ഡീപ്പ് എടുക്കുന്നത് 7 ഇഞ്ചസ് ആണ്. അപ്പോൾ അതൊന്നുകൂടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 3 ഇഞ്ചസ് ആണ്. അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരു ബോക്സ് രൂപത്തിലൊന്ന് വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തില്ലേ 3 ഇഞ്ച് വിഡ്ത്ത്, അതുപോലെ 7 ഇഞ്ച്, അത് നമുക്കിതുപോലൊരു ബോക്സ് രൂപത്തിൽ വെച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒരു വി ഷേപ്പിലാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്കെയിലിൻ്റെ കർവ് അനുസരിച്ച് 3 ഇഞ്ചിൻ്റെ അവിടുന്ന് 7 ഇഞ്ചിൻ്റെ അങ്ങോട്ട് ഇതേപോലെ ഒന്ന് ചെറിയൊരു കർവിലായിട്ട് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തെടുത്തില്ലേ, ഇതിൻ്റെ അവിടേക്കാണ് നമ്മളിപ്പം സ്കാലപ്പിൻ്റെ ആ ഒരു ഡിസൈന് മേക്ക് ചെയ്തെടുത്തില്ലേ, അത് ഇതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ കറക്റ്റാക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഭാഗത്ത് വരുന്ന ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ ഒരു സ്കാലപ്പിൻ്റെ ഹാഫ് പോർഷൻ ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് കറക്റ്റാക്കിയിട്ട് അതുപോലെ അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ താഴെയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു പാറ്റേണിലൂടെ നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴേക്ക് ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലേക്കും 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലൂടെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ നമ്മൾ മേക്ക് ചെയ്തിടണമല്ലോ, അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഈ ഭാഗത്തേക്ക് നമുക്ക് ആ വിടുത്തൊന്നും നമുക്ക് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 1/2 ഇഞ്ച് അവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി നമുക്ക് ഈ ഒരു പാറ്റേണിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ
അപ്പോൾ നെക്കിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ക്യാൻവാസ് പേപ്പറിനെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു കുർത്തി പീസിൻ്റെ മിഡിലായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഈ ഒരു പീസിനെ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് രണ്ട് ഭാഗത്തായിട്ടും ഒന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, നീങ്ങി പോവാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പാറ്റേണിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കാരണം നമ്മുടെ ആ ഒരു ഓരോ ഷേപ്പ് ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോഴും ഇതുപോലെ സൂചിനെ അവിടെ ഒന്ന് കുത്തി നിർത്തിയിട്ട് നമ്മൾ തിരിച്ചെടുത്തിട്ട് ആ ഒരു എൻഡിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി വെക്കണം. എന്നിട്ട് തിരിച്ചെടുത്തിട്ട് വേണം നമ്മൾ അങ്ങനെ ചെയ്തെടുക്കാൻ. അല്ലാതെ ഒറ്റ ലൈനായിട്ട് നമ്മൾ ചെയ്താൽ ആ ഒരു പെർഫെക്ഷൻ എന്തായാലും കിട്ടില്ല. അപ്പോൾ വളരെ പതുക്കെ നല്ല കെയർഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ഒന്നാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിത് കുറച്ച് സ്പീഡിലായിട്ടാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ നെക്കിൻ്റെ ഒരു പാറ്റേൺ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ബാക്കി വന്നിട്ടുള്ള പീസിനെ ഇതുപോലെ ഒരു ഷേപ്പിലാക്കിയിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഓരോ കോർണറിലും നമ്മൾ പ്രത്യേകം കട്ടിട്ട് കൊടുക്കണം കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് തന്നെ എല്ലാ കോർണറിലും. ചെറിയ ചെറിയ കോർണേഴ്സ് ആണല്ലോ, അപ്പോൾ ആ ഒരു കോർണറിലൊക്കെ നമുക്ക് പ്രത്യേകം കട്ടിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് മറിച്ചിട്ടൊക്കെ എടുക്കാൻ വേണ്ടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ക്രോസ് കട്ട് ഇട്ട് കൊടുക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ഓരോ ലെയർ ഉണ്ടല്ലോ ഷേപ്പ്, അപ്പോൾ ഓരോ ഷേപ്പിൻ്റെ ഉള്ളിലും ഇതുപോലെ വിരൽ വെച്ചിട്ട് നമുക്കൊന്ന് പുള്ള് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് പുറത്തേക്ക് അത് തള്ളി വന്നോളും. അപ്പം എല്ലാ കോർണറിലും ഇതുപോലെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ ചെറുതായിട്ട് ഈ ഒരു ത്രെഡിനൊരു വലിഞ്ഞ് നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. അപ്പോൾ ആ ഭാഗമൊക്കെ നമുക്കൊന്ന് ലൂസാക്കി കൊടുക്കാം. എന്നിട്ട് എല്ലാ ലെയറും ഇതുപോലെ നന്നായിട്ടൊന്ന് പുള്ള് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജിലൂടെയൊക്കെ ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അത് പെർഫെക്റ്റായിട്ട് അവിടെ നിന്നോളും. നല്ല ഭംഗിയുള്ളൊരു നെക്ക് തന്നെ കേട്ടോ കാണാൻ. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ വന്നിട്ടുള്ളൊരു പീസ് ഉണ്ടല്ലോ, ഇതിനൊന്ന് മടക്കിയിട്ട് ലൈനിങ്ങിൻ്റെ ആ ഒരു ഭാഗമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ സ്ലീവ്സിന് വേണ്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 17 ഇഞ്ചസാണ് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ, അത് സ്ലീവ്സിലും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഞാൻ ഇതുപോലൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പാറ്റേൺ സ്ലീവ്സിൻ്റെ ആ ഒരു എൻഡിലും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതൊരു 3/4 സ്ലീവ്സ് ആണ് കേട്ടോ, അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവ്സിൻ്റെ ഈ ഒരു ബോർഡറിലായിട്ടാണ് ഈ സ്കാലപ്പ് വർക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻവാസ് പേപ്പറിൽ ആദ്യം ആ ഒരു ഡിസൈന് വരച്ചെടുത്തിട്ട് സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ആ ഒരു നെക്കിൽ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തെടുക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ ഒരു പീസും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്യാൻവാസ് പേപ്പറിൽ വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലൈനൊക്കെ കൃത്യമായിട്ട് കാണാനൊക്കെ കഴിയും. പിന്നെ ഒരു തിക്നെസ്സിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാൻവാസ് പേപ്പർ അവിടെ കൊടുക്കുന്നത്. ഇതില്ലാതെയും നമുക്ക് നേരിട്ട് ഫാബ്രിക്കിലേക്ക് ഈ ഒരു പാറ്റേൺ വരച്ചെടുത്തിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു പാറ്റേൺ മുഴുവനായിട്ടും ചെയ്തിട്ട് വരാം.
നമുക്ക് ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതുപോലെ ചെറിയ ചെറിയ കോർണേഴ്സ് വരുന്നുണ്ടല്ലോ, ഈ ഒരു റാ ഷേപ്പിലൊക്കെ ചെറിയ കോർണേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ കോർണേഴ്സിൻ്റെ എഡ്ജ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നൂലിനൊന്ന് അയച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്ക് എന്ന് പറയുന്നത് ഇതുപോലെ പിടിച്ചിട്ട് രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു നൂല് എന്ത് ചെയ്യും, ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കുകയൊക്കെ ആണെങ്കിൽ അതൊന്ന് നമുക്കൊന്ന് ലൂസായിട്ടൊന്ന് അയഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ആ ഒരു പാറ്റേൺ വൃത്തിയിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ടിപ്സ് ഇതിൽ നല്ലോണം നമ്മൾ ചെയ്തെടുത്താൽ നമുക്ക് ആ പെർഫെക്ഷനോട് കൂടി തന്നെ ഈ ഒരു സ്കാലപ്പിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്തെടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു സ്കാലപ്പിൻ്റെ എഡ്ജിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇതുപോലെ ഒന്ന് ആ ഭാഗത്തേക്കൊന്ന് തള്ളി കൊടുക്കുക വേണ്ടത്. അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളുമ്പോൾ ഈ ഒരു സ്കാലപ്പിൻ്റെ പാറ്റേണിലൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്കാലപ്പിൻ്റെ എഡ്ജിലൂടെയൊക്കെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു കുർത്തിയുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടും ഡെയിലി വെയർസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു ടൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സൈഡ് ഓപ്പൺ ആയിട്ട് സ്ലിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.